മാർക്കറ്റിൽ ഏകദേശം കിലോ ഒരു 400 രൂപയെങ്കിലും വില ഉണ്ടാവും. കണ്ടില്ല നിങ്ങൾ? ഒരു പ്രത്യേക ഐറ്റം മാവ് അത് പോരാതെ നോക്കിക്കോളൂ നിങ്ങൾ. മുകളിലൊക്കെ കാണുന്നത് കണ്ടോ? ഇതാണ് ഇതാ മുകളിൽ കാണുന്നത് കണ്ടോ? പൊഴുത്തിട്ടൊന്നുമില്ല, പൊഴുത്താൽ ഇനിയും വലുതാവും. നല്ല ടേസ്റ്റുള്ള മാങ്ങാണ്. ഈ ടൈമിൽ അപ്പോൾ കായ്ച്ച് കണ്ടില്ല. അതേമാതിരി അവിടെ താഴത്തോട്ട് ഇങ്ങനെ വന്ന് നോക്കിയതാ. ഇത് ആ ഒരു തയ്യൽ വേറെ ഐറ്റം മാങ്ങാണ് കേട്ടോ. അതാ കണ്ടില്ല നിങ്ങൾ മാങ്ങൾ കായ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇനിയും ഇഷ്ടം പോലെ ഇതാ എവിടെ കുട്ടിയൊക്കെ വരെ പറിക്കുക. ഇപ്പം ഒരു കുട്ടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകം ഉണ്ടാവും. ഫുള്ള് നടന്ന് കാണാൻ കഴിയാത്തതുകൊണ്ട് വണ്ടി എടുത്താണ് പോണത്. അത്രയും ഇവിടെ കാണാനുണ്ട് കേട്ടോ. ചെങ്കോളതാണ് നമ്മളെ ചിറയിൽ ഗാർഡൻസിൻ്റെ എൻട്രൻസ്. ചിറയിൽ അഗ്രോ ഗാർഡൻസ് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ മാതിരി എല്ലാ പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും മറ്റുള്ളതും ചെടികളും എല്ലാം തന്നെ സുലഭമായി യഥേഷ്ടമായിട്ട് ഇത് ഇനി ഒരിക്കൽ കൂടി കാണിക്കുക. ഇനി മാവ് കായ്ച്ചു നിൽക്കുന്ന രംഗങ്ങളും എല്ലാം തന്നെ ഒരിക്കൽ കൂടി കാണാം. മാവ് ഇതാ മാങ്ങോട് കൂടിയിട്ടാണ്, ഇത്രയും ചെറിയ മാവാണ് കായ്ച്ചു നിൽക്കുന്നത്. ഇതാണ് സ്ഥിതി. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെടികളും മറ്റുള്ളതും എല്ലാ സംഗതികളും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് യഥേഷ്ടമായിട്ട് വേങ്ങിച്ച് കൊണ്ടുപോകാൻ നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം. ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 60 തരം മാങ്ങകൾ, ഇഷ്ടംപോലെ പ്ലാവുകൾ, അങ്ങനത്തെ എല്ലാ അഗ്രികൾച്ചർ ഐറ്റംസ്, നാരങ്ങ, അതുപോലെ ജാക്ക് ഫ്രൂട്ട്, മറ്റുള്ളത് എല്ലാ സാധനങ്ങളും ഒന്നിച്ച് ഇങ്ങനെ കാണാം. അതിൻ്റെ തൈകൾ, അത് ഈ മുളച്ച് വന്നത്, അത് പിടിച്ചിട്ട് ഫലം ഉണ്ടായത്, മാങ്ങ ആണെങ്കിലും 60 തരം മാങ്ങകളുണ്ട്. നമ്മൾ മാർക്കറ്റിലൊക്കെ കാണാത്ത തരം മാങ്ങകൾ വരെ. ഈ ഭാഗം ഫുള്ള് പ്ലാവാണ്. അപ്പം പല ഐറ്റംസ് പ്ലാവുകളും ഉണ്ട് ഇഷ്ടംപോലെ. ഇതൊരു കോറിൻ്റെ ഭാഗത്താണ് ഇത് ശരിക്ക് ഉപയോഗപ്പെടുത്തിക്കുന്നത് ഇവർ. ഇങ്ങോട്ട് പോലും ഇതിൽ കണ്ടമാനം ഫലങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഐറ്റംസുള്ള. ആ കോറിയിൽ വരെ ഇവർ ആ സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ വെള്ളം ഉപയോഗിച്ചിട്ട് അവർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. അവിടെ വേറെ ഐറ്റംസ് എല്ലാം കാണിക്കുക. ഇഷ്ടംപോലെ ഫലങ്ങളും മറ്റുള്ളതുമായിട്ട് ഫ്രൂട്ട്സുകൾ, മറ്റുള്ള സാധനങ്ങൾ എല്ലാം തന്നെ നിറഞ്ഞ ഒരു പ്രത്യേക അഗ്രികൾച്ചർ സെക്ഷനാണ് ഇത്. ഇതിൽ കണ്ടമാനം ഐറ്റംസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് സന്ദർശിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തൈകളും മറ്റുള്ളതും എല്ലാം തന്നെ വളരെ ചെറുപ്പത്തിൽ കായ്ക്കുന്ന മാവുകളും പ്ലാവുകളും റംബൂട്ടാനും അതുപോലെ തന്നെ മറ്റുള്ള പഴങ്ങളും ഒക്കെ ഇഷ്ടം പോലെ. ഇതാ ചിറയിൽ അഗ്രോ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവർ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണിത്. ഈ മരങ്ങൾക്കും ഈ തൈകൾക്കൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ഥലം, ഇത് ഇവിടുന്ന് പമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പമ്പ് ചെയ്യുന്ന ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ട്രാപ്പാണ്. അപ്പം ഇവിടെ നിന്നാണ് ഇവർ ഇതിലേക്കൊക്കെ ഒരു സെക്ഷനിലേക്കൊക്കെ വെള്ളം പമ്പ് ചെയ്യുന്ന ഏരിയ. ഇനി വേറെയും സെക്ഷനുകളുണ്ട്. അതിലൊന്നാണ് ഇപ്പം കാണിച്ചത്. ഇതിൽ നിന്നും പമ്പ് ചെയ്തിട്ടാണ് അവർ ഈ കൃഷികളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത്. പേരത്തൈകൾ കണ്ടില്ലേ നിങ്ങൾ? പേരത്തൈകളിൽ പേരക്ക കാഴ്ച കിടക്കുന്ന ഇത് കണ്ടില്ലേ? ഇവിടെയൊക്കെ പേരക്ക പിടിച്ചിട്ട് ഇത്രയും ചെറിയ തൈയായിട്ട് പോലും ഇതിലൊക്കെ പേരക്ക പിടിച്ച് കിടക്കണേ. അത്രത്തോളം പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ കൃഷികൾക്കൊക്കെ. ഇതൊക്കെ നമ്മളൊക്കെ കൊണ്ടുപോയി നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും. എത്രയോ ചെറുപ്പത്തിലേ കായ്ക്കുക, നിലത്തുനിന്ന് തന്നെ പറിക്കുക, ഒന്നും തോട്ടിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. 2 സൈഡിലും കണ്ടമാനം സിന്ദൂരം, 2 സൈഡിലും വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഇഷ്ടം പോലെ മത്തൈകളാണ്. പല ഐറ്റംസ് മത്തൈകളും ഇതിലുണ്ട്. സിന്ദൂരം മാംഗോ ഉണ്ട്, അതുണ്ട്, മംഗോളിയൻ ഉണ്ട്, പല ഐറ്റംസും ഇഷ്ടം പോലെ. എനിക്ക് പേര് പറയാൻ കഴിയാത്തത്ര ഐറ്റംസ് മത്തൈകളെ ഒരു ലോകമാണിത്. മാങ്ങ നല്ല മധുരമുള്ള സൂപ്പർ മാങ്ങാണ്. ഇവിടുന്ന് തന്നെ ഈ മരത്തിൽ നിന്ന് തന്നെ കായ്ച്ച് ഇവിടുന്ന് തന്നെ ഈ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച മാങ്ങയാണ് ഞാൻ ഇപ്പോൾ കഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഫ്രഷ് മാങ്ങ, അതേ മാങ്ങ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് തന്നെ പറിച്ച്. ഇത് സ്വന്തമല്ല കണ്ടമാനം ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട്. അപ്പോൾ ചങ്കുളെ നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ മാങ്ങ? ഇത് കണ്ടോളി, ഞാൻ പിടിച്ച് നിൽക്കണ ഈ മാങ്ങ. ഇത് കണ്ടോ? എത്രയാണ് മാങ്ങകൾ? നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെടും. ഈ മാങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റിൽ ഏകദേശം കിലോ ഒരു 400 രൂപയെങ്കിലും വില ഉണ്ടാവും. കണ്ടില്ല നിങ്ങൾ? ഒരു പ്രത്യേക ഐറ്റം മാവ്. അത് പോരാതെ നോക്കിക്കോളൂ നിങ്ങൾ. മുകളിലൊക്കെ കാണുന്നത് കണ്ടോളി. ഇതാ മാങ്ങ, ഇതാ മുകളിൽ ഇതാ കാണുന്നത് കണ്ടോ? പൊഴുത്തിട്ടൊന്നുമില്ല, പൊഴുത്താൽ ഇനിയും വലുതാവും. നല്ല ടേസ്റ്റുള്ള മാങ്ങാണ്. ഈ ടൈമിലപ്പോൾ അത് കായ്ച്ച് കണ്ടില്ലേ? അതേമാതിരി ഇത് അവിടെ താഴത്തോട്ട് ഇങ്ങനെ വന്ന് നോക്കിയതാ. ഇത് ആ ഒരു തയ്യൽ, അത് വേറെ ഐറ്റം മാങ്ങാണ് കേട്ടോ. ഇതാ കണ്ടില്ല നിങ്ങൾ? മാങ്ങകൾ കായ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാ ഇനിയും ഇഷ്ടം പോലെ ഇതാ എവിടെ കുട്ടിയൊക്കെ വരെ പറിക്കുക. ഇപ്പം ഒരു വയസ്സായ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരെ പറിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇതുമേലൊക്കെ മാങ്ങ കായ്ക്കുന്നത്. കണ്ടില്ല നിങ്ങൾ? മാംഗോ നീലാണിത് സാധനം. മാംഗോ നീലാണ് ഈ കാണുന്നത്. ഇവരെ വണ്ടി തന്നെയാണിത്. ഇതിൽ പല ഐറ്റംസ് പ്ലാവ് തൈകളും മാവിൻ്റെ തൈകളും അത് കൂടാതെ വേറെ ഐറ്റംസ് തൈകളൊക്കെ ഉണ്ട്. വേറെ ചില തൈകളൊക്കെ ഇതൊക്കെ ഓർഡർ പ്രകാരം ഇങ്ങനെ പോവുകയാണ് ഇഷ്ടം പോലെ. അതേമാതിരി ഈ സൈഡിലൊക്കെ കുഞ്ഞിയുടെ തൈകളിങ്ങനെ
ഇതാ ഇവരെ വണ്ടി തന്നെയാണ്. ഇതൊക്കെ കൊറിയർ അയക്കാനുള്ളതും അതേമാതിരി ഓർഡർ പ്രകാരം പല സ്ഥലത്തേക്ക് പോകുന്നതുമാണ് ഇതൊക്കെ കംപ്ലീറ്റ്. പിന്നെ ഞാനും വേണമെന്ന് വിചാരിച്ചു ഇതൊക്കെ നോക്കിയാണ് റയ്യ ഇങ്ങനത്തെ ഇതൊക്കെ തൈയൊക്കെ നമ്മളെ വീട്ടിന് മുറ്റത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയൊക്കെ നമ്മളെ റെസിന് മോനിക്ക് വരെ പറിച്ചൂടെ? വെറുതെ എത്ര ചെറുതായി 1 വയസ്സുള്ള കുട്ടിയൊക്കെ വരെ പറിക്കാം. അതുകൊണ്ട് ഇത് നോക്ക്, നമുക്ക് എന്തായാലും പ്ലാവും മാവും അതിൻ്റെ തൈകളും മറ്റുള്ള മരങ്ങളൊക്കെ കൊണ്ടുപോകണം. നമ്മളിപ്പോൾ കുറേ കായ്ക്കാൻ വേണ്ടിയില്ല എത്രത്തോളം വെക്കേഷനൊക്കെ അല്ലേ, ഏതായാലും ട്രീറ്റ് ചെയ്ത് നമുക്കും വളർത്താം. നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായ സാധനങ്ങളൊക്കെ കഴിക്കാം. നിങ്ങൾ കണ്ടില്ലേ മാങ്ങ, പല ഐറ്റംസ് മാങ്ങ കണ്ടില്ലേ? ഈ മാങ്ങളൊക്കെ കണ്ടോക്കി, ഈ മാങ്ങളൊക്കെ കണ്ടോക്കിയിട്ട് ഒരു പ്രത്യേക ഐറ്റംസ് മാങ്ങകളാണ് ഈ കാണുന്നതൊക്കെ. ഇത് കണ്ടില്ലേ, ഈ തൈകളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഇതുമെന്ന് പറിച്ച് പൊഴിപ്പിച്ച് തിന്നേണ്ട രീതി ആവണം. ഒക്കെ കഴിഞ്ഞാണ്ട് നിങ്ങളിങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനിതാ ഞാൻ ഇവിടെ താഴെയുണ്ട്, മേലോട്ട് ഇങ്ങനെ കയറി പോകുന്നതുണ്ട്. അപ്പം ഇവിടുന്ന് ഇതിൻ്റെ വ്യൂ നിങ്ങൾക്ക് ശരിക്കും കാണാം. ഇതിൽ നിന്ന് നോക്കിയാൽ മുകളിൽ ലെയറിന് അതിലേറെ ഭംഗിയുള്ള ഒരു വ്യൂ ആണ് ഇവിടുന്ന്. പിന്നെ ഇരിക്കാൻ നല്ല സീറ്റ്, വിശാലമായ സീറ്റുകളൊക്കെ. കൃഷിക്ക് പറ്റിയ, കൃഷി എന്ന് പറഞ്ഞാൽ കൂടുതലും ഫലവർഗ്ഗങ്ങളാണ്, പഴങ്ങളാണ്. അപ്പം അതൊക്കെ വേവിച്ചിക്കൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്താൽ അത്രത്തോളം അതിൻ്റെ ഗുണം നമ്മൾക്കുണ്ടായിരിക്കും. ഒരു പ്രത്യേക തരം പപ്പായ കാണിച്ചു തരട്ടെ. അതായത് നോക്കൂ, ഇതായി കാണുന്നതാണ് ഒരു പ്രത്യേക തരം പപ്പായാണത്. നല്ല ഇത് ഇത്ര തന്നെ വലുതാവുള്ളൂ, കൂടുതലൊന്നും വലുതാവില്ല. ഇതേമാതിരി കഴിക്കുക, പിന്നെ പൊഴിപ്പിച്ചും കഴിക്കുക. പൊഴിക്കാൻ നിൽക്കാത്താണിത്. ഇപ്പം തന്നെ ഒരു ചെനത്ത ചാൻസ് ഉണ്ടാകുക. ഒരു പ്രത്യേക തരം പൊഴുത്ത മാതിരി തന്നെയുള്ള സൈസ് പപ്പായാണ്. ഇതൊരു പ്രത്യേക വെറൈറ്റിയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ലൊക്കേഷൻ വരുന്നത് ഒരിക്കൽ കൂടി പറയാണ്, നമ്മൾ കൊണ്ടോട്ടി വന്ന് കൊണ്ടോട്ടി ജംഗ്ഷന്ന് കോടങ്ങാട് റോട്ടിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ ചിറയിൽ പടങ്ങാട് നിന്ന് ഒരു 5 കിലോമീറ്റർ അടച്ചാൽ ചിറയിൽ ചുങ്കം